ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടിയിട്ടും ഇപ്പോഴും അധികൃതർക്ക് കുലുക്കമില്ലാത്ത ഒന്നാണ് തമ്മനത്തെ വാട്ടർ ടാങ്ക് അപകടം. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലെന്ന് ജനങ്ങൾ നിരന്തരം പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാതിരുന്ന അവസ്ഥയാണ്. 1.5 മാസം കഴിഞ്ഞിട്ടും നഷ്ടങ്ങളുടെ കണക്ക് പോലും അധികൃതർ എടുത്തിട്ടില്ല എന്നതാണ് സത്യം. തമ്മനത്തെ ജലബോർഡ് ഒരു ഉദാഹരണമാണ്. ഇനിയും ജനവാസ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ജീർണിച്ച ജലബോംബുകളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ഈ ഒരു അപകടമുണ്ടായാൽ പോലും ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല, അധികാരികൾ അത് തിരിച്ചറിയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. ഒപ്പം അത് ദുഃഖകരവുമാണ്. നമുക്ക് റിപ്പോർട്ട് കാണാം. തലയ്ക്ക് മുമ്പിൽ പൊങ്ങി നിന്ന ഒരു ജലബോംബ് എറണാകുളം നഗരത്തിൻ്റെ ഹൃദയത്തിൽ വീണിട്ട് ദിവസങ്ങൾ ഒത്തിരിയൊന്നുമായിട്ടില്ല. അതിൽ നിന്ന് പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പള്ളുരുത്തിയിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വാട്ടർ ടാങ്ക്. 2025 നവംബർ 10 പുലർച്ചെ തമ്മനം ഭാഗത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തിയത് എറണാകുളം നഗരത്തിൻ്റെ ദാഹജലമാണ്. 1.5 ലക്ഷം കോടി ലിറ്റർ വരുന്ന ജലം. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് എറണാകുളം നഗരത്തെ വെള്ളത്തിൽ മുക്കിയ വാട്ടർ ടാങ്ക് ദുരന്തമുണ്ടായത് 1.5 മാസങ്ങൾക്ക് മുമ്പാണ്. സംഭവമുണ്ടായതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി. 40 വർഷത്തെ പഴക്കം മാത്രമാണ് തമ്മനത്തെ വാട്ടർ ടാങ്കിന് ജലവിഭവ വകുപ്പ് പറയുന്ന വയസ്സ്. ഒരു രാത്രി ഇരുട്ടി വെളുത്ത നേരം കൊണ്ട് ഒരു നാടിനെ പാടെ വിഴുങ്ങാൻ കഴിയുന്ന രീതിയിൽ അത്രയ്ക്ക് ദുർബലമായിട്ടാണോ ഈ നാട്ടിലെ ഭരണ സംവിധാനം കുടിവെള്ള ടാങ്കുകൾ സംരക്ഷിക്കുന്നത്? കിലോമീറ്ററുകൾ പരന്നൊഴുകിയ നാശനഷ്ടത്തിൻ്റെ കണക്ക് ഇന്നും അധികൃതർക്ക് അജ്ഞാതമാണ്. ഗേറ്റ് പോയി, മതിൽ പോയി, ഇടമതിൽ പോയി, ഷെഡ് പോയി, ഒരു കാറ്, 3 2 വീലർ, ഇൻവെർട്ടർ, പിന്നെ മോട്ടർ എല്ലാം പോയി. നഷ്ടം ഉണ്ടായിട്ടുണ്ട് നേരം. അത് മതിലൊക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് ടൈലൊക്കെ വെച്ച് നല്ലോണം കെട്ടിച്ച മതിലായിരുന്നു. ഇത് കണ്ട റോഡ് ഒന്നുങ്ങിയിട്ടും കൂടി മതിലിന് നല്ല പൊക്കമൊക്കെ ആയിട്ട് പണിതച്ചതാണ്. തമ്മനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തലയ്ക്ക് മുകളിൽ ജലബോംബുകൾ ഇപ്പോഴുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. അതിനൊരു ഉദാഹരണമാണ് തൂപ്പുംപടിയിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ടാങ്കും ഏതു നിമിഷവും നിലം പതിക്കാമെന്ന നിലയിലാണ്. ദ്രവിച്ച കമ്പികളും അടർന്നു വീണ കോൺക്രീറ്റ് പാളികളും ഈ നാട്ടുകാരെ ഭയപ്പെടുത്തുന്നുണ്ട്. പൊതുജനം ഒന്നാകി ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുന്നുണ്ട് എങ്കിലും അറിഞ്ഞ ഭാവം ആർക്കുമില്ല. ഇനിയൊരു ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കണോ ഈ പൊതുജനങ്ങൾ? 1.5 കോടി ലക്ഷം ലിറ്ററിൻ്റെ വെള്ളമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ നഗരത്തിൽ വിഴുങ്ങിയത്. അത് പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും തിരുത്തൽ നടപടികൾക്ക് തയ്യാറാകണം കേരള വാട്ടർ അതോറിറ്റി. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.